ആ കാണുന്ന കടമക്കുടിയും ഇവിടെയുള്ള ചാത്തനാടും തമ്മിൽ പാലം വന്നിരിക്കുന്നു. ഇനി ചാത്തനാട് നിന്ന് കടമക്കുടിയിലേക്കും കടമക്കുടിയിൽ നിന്ന് വരാപ്പുഴ വഴി ചേരാനല്ലൂർ സിഗ്നൽ വഴി കണ്ടയാൻ റോഡ് വഴിയൊക്കെ നമുക്ക് എറണാകുളത്തേക്ക് എത്താം. ഇത് ചാത്തനാടിൻ്റെ എൻഡ് പോയിൻ്റാണത്. ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും ഒക്കെ തിരിക്കുന്ന സ്ഥലം. ഇവിടെയുള്ളൊരു പ്ലോട്ട് പരിചയപ്പെടുത്തുകയാണ് ഇന്ന്. ഇതാണ് ആ പ്ലോട്ടിൻ്റെ എൻട്രി. ഏകദേശം 4 മീറ്ററിലധികം വരുന്ന എൻട്രിയാണ്. 1 ഏക്കർ 18 സെൻറ്റോളം വരുന്ന ഒരു പ്ലോട്ടിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. ഈ റൂട്ടിൽ നിന്നാൽ തന്നെ ആ പുഴ കാണാൻ സാധിക്കും. ഈ ഒരു വീതിയുള്ള വഴിയിൽ നിന്ന് വിശാലമായ ഒരു പറമ്പിലേക്കാണ് നമ്മൾ എത്തിച്ചിരുന്നത്. ഏതൊരു വലിയ വാഹനത്തിനും കടക്കാവുന്ന വീതി ഈ വഴിക്കുണ്ട്. ഈ പ്ലോട്ടിലേക്കുള്ള വഴിയും ആധാരത്തിലുള്ളതാണ്. ഈ വരുന്ന 1 ഏക്കർ 18 സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം 6ഓളം വീടുകളുണ്ടായിരുന്നു. അതിൽ 3ഓളം വീടുകൾ പൊളിച്ചു കളയുകയാണ് ഉണ്ടായത്. ഈ കാണുന്നതാണ് ഈ വലതുവശത്തെ അതിർത്തി. ടൂറിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള റിസോർട്ടുകൾക്ക് വലിയൊരു സാധ്യതയാണ് ഇത്രയും വിശാലമായ ഒരു പറമ്പ്. ഇവിടെ നിലവിൽ നമ്പർ ഇട്ടിരിക്കുന്ന 3 കെട്ടിടങ്ങളുണ്ട്. രണ്ടെണ്ണം ഓടുകൊണ്ട് തീർത്തതും മറ്റൊന്ന് ഒരു വാർക്ക കെട്ടിടവുമാണ്. ഇനി നമുക്ക് ഈ പറമ്പിൽ നിന്നുള്ള ആ ഒരു വിശാലമായ കായൽ കാഴ്ച ആസ്വദിക്കാം. സാമാന്യം നല്ല വീതിയിൽ ഫ്രണ്ടേജുള്ള ഒരു റിവർ സൈഡ് പ്രോപ്പർട്ടിയാണത്. ദേശീയ ജലപാത കടന്നു പോകുന്ന ഒരു കായലാണത്. വരുന്ന വർഷങ്ങളിൽ അനന്തമായ ടൂറിസം വികസനത്തിനുള്ള സാധ്യത ഈ ചാത്തനാടിനുണ്ട്. കുമ്പളങ്ങി മോഡലിൽ വിപുലമായ ഒരു ടൂറിസം വികസനമാണ് ഇനി നടക്കാൻ പോകുന്നത്. നിലവിൽ സർക്കാരിൻ്റെ പച്ചക്കൊടി കിട്ടിയിട്ടുള്ള കടമക്കുടി പിഴല പാലം കൂടി വന്നു കഴിഞ്ഞാൽ ചാത്തനാട് കടമക്കുടി, കടമക്കുടി പിഴല, പിഴല മൂലംപുള്ളി ഇങ്ങനെ നേരെ കണ്ടെയ്നർ റോഡിലേക്ക് നമുക്കെത്താം. നല്ല ഒരു ബാക്ക് വാട്ടർ ടൂറിസ്റ്റ് റിസോർട്ട് പണിയുന്നതിന് ആവശ്യമായുള്ള എല്ലാവിധ സൗകര്യമുള്ള ഈ ഒരു സ്ഥലം നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.